ആ കയറുക. ജിക്സൺ അല്ലേ? ജിക്സൺ അല്ല സാർ, ജിംസൺ. ഓ ജിമ്മാണോ? ജിമ്മൊക്കെയാണ് കണ്ടാൽ തോന്നുമെങ്കിലും. ജിംസൺ ആണോന്ന് ആ അതെ സാർ, അതെ അതെ അതെ. ഈ കൂളിംഗ് ഗ്ലാസിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇവിടെ. ആണോ? ഇല്ല സാർ, ഞാനേ പുറത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് ഇങ്ങനെ. ആ പുറത്ത് കുഴപ്പമില്ല, എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്നും വേണ്ട. ഓക്കെ സാർ, ശരി. പിന്നെ കാര്യം നമ്മൾ സീറോ ബഡ്ജറ്റിൽ എടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ഇതിന് അതിൻ്റെതായിട്ടുള്ളൊരു മഹത്വവും ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ഷോർട്ട് ഫിലിമാണ്. അത് വേണം സാർ, തീർച്ചയായിട്ടും. കാരണം എന്താണെന്നറിയോ, ഞാൻ വേറെ ഒരു ലെവൽ ഡയറക്ടറാണ്. ആ സാറിനെ കണ്ടാൽ നമുക്കറിയില്ല. പലരും പറയാറുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് ഇതിൻ്റെ അകത്തൊരു പ്രധാനമായിട്ട് വേണ്ടത്. ചായ കുടിച്ചായിരുന്നു? കുടിച്ചു സാർ, കുടിച്ചിട്ട് വരണം. ഇവിടെ വരുമ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് വരണം. എനിക്കറിയാം സാർ. കാരണം വിശന്നിരുന്നാലും മേടിച്ചു തരാൻ എൻ്റെ കാശില്ല. ആണോ സാർ? അല്ല, പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു നായിക വേണം. നായിക എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം അഭിനയ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ്. അതിനനുസരിച്ചുള്ള നായികയും കൊണ്ടേ നിങ്ങൾ ഇങ്ങോട്ട് വരാവുള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ ഉണ്ട് സാർ, നല്ല അഭിനയിക്കുന്ന അടിപൊളി നായിക. ആ തീർച്ചയായിട്ടും. അത് ഒരാളെ കൊണ്ടുവാ, നമുക്ക് നോക്കട്ടെ. ആയിക്കോട്ടെ. രാവിലെ എന്നാ കഴിച്ചേ? സാർ ഞാൻ അപ്പം മുട്ടക്കറി. ആണല്ലേ? സാറ് കഴിച്ചായിരുന്നു? ഞാൻ കഴിച്ചില്ല. പോയിട്ട് വരുമ്പോഴത്തേക്കേ നായിക കിട്ടിയില്ലേലും 2 കഷ്ണം പുട്ടെങ്കിലും മേടിച്ചോണ്ട് വരണം കേട്ടോ. തീർച്ചയായിട്ടും സാർ. പിന്നെ എത്ര പുട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തള്ളിത്തരും. അല്ല, കൊണ്ടുതരും. അപ്പോൾ നായികയും കൊണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് പുട്ടും കൂടെ മേടിച്ചോണ്ട് വരും. ഓക്കെ സാർ. ഓ, നിങ്ങൾ നേരത്തെ ഏതായിരുന്നു ചെയ്യുന്ന ഷോർട്ട് ഫിലിമാണോ? ഞാൻ 1-2 ചെറിയ നടനാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഡയറക്ടർ ആവാനാണ് താല്പര്യം. അതുകൊണ്ടാണ് സാറിനെ ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ. അസിസ്റ്റന്റ് ഏതിലെങ്കിലും ചേരണമെന്ന് ചോദിച്ചത്. ചെയ്തിട്ടുണ്ട് സാർ, തീർച്ചയായിട്ടും. 2 എണ്ണത്തിൽ ചെയ്യുന്നുണ്ട് സാർ. ഓക്കെ, ആ വർക്കൊന്ന് കാണിക്കണേ. തീർച്ചയായിട്ടും. ഞാൻ വരുമ്പോ സാർ വന്നിട്ട് മതിയോ? മതി. ഓക്കെ സാർ, തീർച്ചയായിട്ടും. കൂളിംഗ് ഗ്ലാസ് ഒക്കെ പുറത്ത് വെച്ചാൽ മതി. ഓക്കെ സാർ, വെയിലുള്ളപ്പോൾ വെച്ചു. ഓക്കെ സാർ, താങ്ക് യു സാർ. നീ എവിടുന്ന് നടീനെ റെഡിയാക്കും? ഒരു കാര്യം ചെയ്യാം, ഒന്ന് വിളിച്ചു നോക്കട്ടെ. നല്ല കൊള്ളാം കേട്ടോ, സെറ്റപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കൈയെടുത്ത് എന്താണ് നമ്മള് ഇങ്ങനെയൊക്കെ കൊണ്ടോടാ, നമ്മൾ ഒന്നിച്ചിരുന്നവരല്ലടാ ഒരു വീട്ടിൽ. ഒന്നും അല്ലേലും കുറെ കൊല്ലം വാടകയില്ല താമസിച്ചല്ലടാ നീ എന്റെ വീട്ടിൽ. ശരിയാണ്, പക്ഷെ ഇവിടത്തെ ഒരു കാര്യം എന്നാന്നറിയോ, ഇവിടെ ഞാൻ ഡയറക്ടർ, നിങ്ങൾ ആക്ടർ. പോടാ, തമാശ കളിക്കാതെ നീ ചുമ്മാ പറയില്ലേ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ തമാശയല്ല. സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് തമാശയല്ല. ആണോ? ഇത് ഞാൻ ഡയറക്റ്റ് ചെയ്ത് നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കണം, മനസ്സിലായോ? എന്നാലും ഞങ്ങൾ അവിടെ നിന്നെ കുറെ ബുദ്ധിമുട്ടിച്ച കാരണം നീ ഇന്ന് നല്ലൊരു നിലയിൽ എത്തിയില്ലേ? ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് മനസ്സിലായല്ലോ. ഞാൻ എനിക്കൊരു പട്ടിയുടെ വില പോലും അവിടെ തന്നിട്ടില്ല. അല്ല, മനസ്സിലായോ? അത് നമുക്കൂടെ തോന്നണ്ടേ, അതുകൊണ്ട് പറ്റിപ്പോയി. സാറ് ക്ഷമിക്ക്. ഇനി ഞാൻ ഈ അഴിച്ച കൈ പുറത്തു പോകുമ്പോഴേ അഴിക്കത്തുള്ളൂ, മതിയോ? അതൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോളും കേട്ടോ. പിന്നെ മര്യാദയ്ക്ക് തയ്യാറെടുത്ത് വരിക. അഭിനയിക്കാനാണെങ്കിൽ പ്രാർത്ഥിച്ച് തയ്യാറൊക്കെ എടുത്ത് വരിക. പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന ഡയലോഗുകൾ അത് അതേപോലെ തന്നെ പറയണം. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തെറിയൊക്കെ പറയും. കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയതാ കേട്ടോ. പക്ഷേ തെറിയൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണേ. നിങ്ങൾ എന്തേലും പറയുമ്പോൾ എൻ്റെ മൂഡ് അങ്ങ് പോകും. അല്ല, അത് ശരിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ആ സമയത്ത് എൻ്റെ മൂഡ് വേറെ ആയിരിക്കും, മനസ്സിലായി? കാരണം നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഐറ്റം ആണല്ലോ, അതിനൊരു ഭംഗം വരാതെ ഞാൻ നോക്കണം. അല്ല, സുബു എന്ത് ചെയ്യും? സുബുനെ കാണുന്നില്ലല്ലോ. സുബുനൊക്കെ ഞാൻ എൻ്റെ അകത്ത് ഒഴിവാക്കി. എന്താടാ, നമ്മൾ ചങ്കല്ലായിരുന്നു നിങ്ങൾ രണ്ടുപേരും, എന്താ അവനെ ഒഴിവാക്കി നീ? പക്ഷെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അവനൊരു അവസരം, ഒരു ഡയറക്ഷൻ ചെയ്യാനൊരു അവസരം കൊടുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ, ഞാൻ വേറെ ലെവൽ ഡയറക്ടറാണേ. ആയിരുന്നല്ലേ? എടാ, ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവൻ നിനക്കൊരു ഇതാണെന്ന്, ഒരു ശല്യമാണെന്ന്. അവന്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് നിനക്ക് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാനവിടെ നിന്നു. പിന്നെ
മനസ്സിലാക്കണം. ആ നിന്നു ഗതികേട് കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കിപ്പം തക്ക സമയത്ത് ഒരു നായകനില്ലെങ്കിലും നിങ്ങളിപ്പോൾ വന്ന് നിങ്ങൾക്കൊരു അവസരമാണെന്ന് വിചാരിക്കുക. ഒരു ഈശ്വരാനുഗ്രഹം പോലെ കണക്ക് കൂട്ടി വരിക കേട്ടോ. ആ ബഹുമാനവും ഒക്കെ എപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, അഭിനയിക്കാൻ എനിക്ക് റോള് തരുമെങ്കിൽ ഞാൻ എന്തും ചെയ്യും. എന്നാ ഞാൻ പൊക്കോട്ടെ. ഒരു കാര്യം ചെയ്യും, തൽക്കാലം കുറച്ചു നേരം ഒന്ന് പുറത്ത് വരി, എനിക്ക് ഇതൊന്ന് എഴുതി തീർക്കാനുണ്ട്. അല്ല, ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഐഡിയ ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം. അല്ല, അതിൻ്റെ ആവശ്യമില്ല. ശരി ശരി, കുറച്ചു നേരം ഒന്ന് പുറത്തിരുന്നാൽ മതി. ഞാൻ വിളിക്കാം. ശരി ശരി ശരി. വെറുതെ ഇരിക്കാതെ പാപങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആദ്യം എന്തുവാ ചെയ്യണ്ട, ശൃംഗാരം ചെയ്യാം. കോമാളി, നീ എവിടെ? അല്ല, ഹായ്, നീ ആരാ? ഞാൻ സാറിന്റെ ഒരു വേണ്ടപ്പെട്ട ആളാണ്. ഏത് സാറിന്റെ? മല്ലാഷൻ സാറിന്റെ. ഏത് നല്ല? താനാരാ? ഞാൻ ആരാണെന്നോ? നീ ഞാൻ ആരാണെന്ന് നല്ലാഷിനോട് പോയി ചോദിച്ചു. ഞാനേ വർഷങ്ങളായിട്ട് അവന്റെ സുഹൃത്തല്ല, ഒരു മുതലാളി പോലെ. സുഹൃത്തായിട്ട് ഇങ്ങനെ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. താനാരാ? കുട്ടിയാരാ? എന്റെ പേര് സ്നേഹ. ഞാൻ ഈ മൂവിയില് ആക്ട്രസ് ആയിട്ട് അഭിനയിക്കാൻ വന്നത്. ആ, നൈസ് ടു മീറ്റ് യു. ഞാനാ അതിന്റെ ഹീറോ ഈ സിനിമയില്. താനാരാ കൈയൊക്കെ കൊടുക്കാൻ? കുട്ടിയുടെ കൈ നല്ല സോഫ്റ്റ് കാണിച്ച്. എന്റെ കൈ നല്ല സോഫ്റ്റ് ആണ്. എന്റെ കൈ പിടിച്ചോടാ. നിന്റെ മോന്ത കാണുമ്പോ തന്നെ എനിക്ക് ഇറിറ്റേഷൻ വരും. നീ മിണ്ടല്ലേ എന്നോട്? കുട്ടി വന്നേ, കൈ കാണിച്ച് നോക്കട്ടെ. ഞാൻ ഈ കാണിക്ക്. കൈ ഒന്നും കൊടുക്കണ്ട കുട്ടി, ഇങ്ങോട്ട് മാറ്റി പിടിച്ച് നോക്കാനറിയാം. ഞാൻ ജോത്സ്യം നോക്കി പറഞ്ഞാലോ? എന്റെ കൈ പിടിച്ച് നോക്കിയാൽ ജോത്സ്യം നോക്കിയാൽ മതി. മോന്ത കാണാൻ കൊള്ളത്തില്ല, പിന്നെ നിന്റെ കൈ പോകട്ടെ. ഞാൻ ഈ പടത്തിൽ ഏടിയാണ്. നീ എന്തേലും കുട്ടി കൈ തന്നെ. ഞാൻ വിചാരിക്കണം താൻ അഭിനയിക്കണമെങ്കിൽ. പിന്നെ ഞാൻ അഭിനയിക്കാൻ ഞാൻ വിചാരിച്ചാൽ മതി. കൈ എന്നേ നോക്കട്ടെ. തൽക്കാലം കൈയൊക്കെ നോക്കിയത് മതി. തൽക്കാലം വേണം, എനിക്ക് അത്ര നിർബന്ധമാണ്. എന്റെ കൈ നോക്കിയോ, അതാ പിടിച്ചോ. നീ ജീവിതത്തിൽ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. കുട്ടിയുടെ രേഖ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒന്നിച്ച് കുറെ സിനിമകൾ അഭിനയിക്കും. ഇങ്ങനെയാണ് തന്റെ രേഖ ഞാൻ നോക്കേണ്ടി വരും. നമ്മൾ സൂപ്പർ സ്റ്റാർ. അവനെ ശ്രദ്ധിക്കണ്ട, ശല്യമാ. പിന്നെ കുട്ടി എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഇവിടെ വന്നിരിക്കും. നമ്മളല്ലേ നായകനും കൂടെ. അല്ല, ഞാൻ കംഫർട്ടബിളാ. കുട്ടി മാരീഡ് ആണോ? മാരീഡ് അല്ല, പക്ഷെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആള് ഭയങ്കര ടോക്സിക്കാ. ടോക്സിക് ആണോ? ഇപ്പൊ തന്നെ ഒഴിവാക്കിക്കോ. ഞാനില്ല കുട്ടിക്ക്. ഒന്ന് ഇറങ്ങിയിരിക്കടാ, ഞാൻ സംസാരിക്കട്ടാ. അവിടെ ഞങ്ങൾ നമ്മളുടെ ബയോളജി ഒന്ന് വർക്ക്ഔട്ട് ചെയ്തെടുക്കട്ടാ. കെമിസ്ട്രി ആണോ ഉദ്ദേശിച്ചത്? എല്ലാം ഭൗതിക ശാസ്ത്രമാണല്ലോ. തന്റെ ബയോളജിയും കെമിസ്ട്രി ഒക്കെ അവിടെ കാണിച്ചാൽ മതി, ഇവിടെ കാണിക്കണ്ട കേട്ടോ. അതാ നളിനാക്ഷൻ. അടങ്ങിയിരിക്കടാ. കുട്ടി എവിടെ ഇരിക്കും? എവിടെ പോവാ? നമുക്ക് സംസാരിക്കാം. ഇവിടെ വന്നിരിക്കുന്നു. ഇനി ആ പഴയ കണക്കാനും തീർക്കാൻ വന്നതാണോ? മുത്തോണ്ണനെ വിളിച്ച് കാര്യം പറഞ്ഞ അവളെ അങ്ങ് പറഞ്ഞു വിടാം. ഇരിക്കുന്നേ. ഹലോ, എന്നാടാ? ആണോ? ശരി 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 ശരി, ഓക്കെ ഓക്കെ. ഒരു കാര്യം പറയുന്നു. ശരിടാ. ഓക്കെ ഓക്കെ ഓക്കെ. സാറ് എന്നോട് ഏതാണ്ട് മേടിക്കാൻ പറഞ്ഞായിരുന്നോ? എന്നോട് പുട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു. പുട്ട് കിട്ടാത്ത കാരണം അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. രണ്ട് പടവും കൂടെ കൂട്ടി മേടിച്ചു. ഇപ്പൊ മേടിച്ചിട്ട് വരാം, മറന്നുപോയി. കുട്ടി എങ്ങോട്ടായി പോകുന്ന ചാടിക്കേറി? അല്ല, ഞാൻ നളിനാക്ഷനെ കണ്ടു. നളിനാശനല്ല, അത് നളിനാശനല്ല, അത് വേറെ ആളാ. ഇപ്പൊ കണ്ടത്, ജസ്റ്റ് ഇപ്പൊ കണ്ടത്. എന്താ സഹകരിക്കാതെ? എനിക്ക് കാര്യത്തിൽ ഞാൻ കാര്യം കൊണ്ട് നീ എന്നെ ഇങ്ങനെ കൊറേ നേരമല്ലോ. പല്ലളകിതാ തോന്നുന്നു. ഭാഗ്യം ആരും കണ്ടില്ല. മൊത്തം കാലക്കേടാണല്ലോ. ഇനി അവള് പോയിട്ടുണ്ടാവും. നോക്കാം. അവള് പോവും. പോയി മറന്നിട്ടില്ല അല്ലേ? എന്നാ പോട്ടെ.